ജിസേൽ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു കയറി. പക്ഷേ മരണമുണ്ടായ കാര്യം വീട്ടിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആര്യൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, വീട്ടിൽ ആരുടെ അടുത്തും ഇപ്പോൾ പറയേണ്ടെന്ന് ജിസേൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരുടെ അടുത്തും പറയാത്തത്. ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ചിരിച്ചു, എന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നേരമായല്ലോ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നത്. നിവിൻ തന്നെ ഓടിച്ചെന്ന് കയ്യെ പിടിച്ചുകൊണ്ട് വാ 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 നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ജിസേലിനെ അടുക്കളയിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ നിവിന് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജിസേൽ ഇത്ര സങ്കടപ്പെട്ടിരിക്കില്ലോ. അപ്പോൾ നിവിൻ കുറേ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടോ, എന്താ പറ്റിയേ, നിങ്ങൾ ഹാപ്പിയാണോ? അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഐ എം ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ ജസ്റ്റ് ഓക്കെ, അപ്പോൾ എന്തോ പറ്റിയല്ലോ എന്ന് നിവിന് ഓൾറെഡി മനസ്സിലായി. പക്ഷേ ജിസേൽ ഒന്ന് തുറന്ന് പറയുന്നൊന്നുമില്ല. ജിസേൽ അവിടെ ഓൾറെഡി ഇപ്പോൾ നിലവിൽ തക്കാളിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിസേലിൻ്റെ ഇമോഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് പുറത്തു നിന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ജിസേലിന് അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി കിട്ടട്ടെ. എന്തായാലും ഇന്നലെയാണ് ഈ ഒരു സംഭവം നടന്നത്. ഇന്നിപ്പോൾ ജിസേൽ അവിടെ എല്ലാം ഓക്കെ ആയി കാണുമായിരിക്കും. നാളെ നമുക്ക് അത് ലൈവിൽ കാണാം. എന്തായാലും ജിസേൽ കുറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.